ആകാംക്ഷ എന്ന് പറയുന്നത് PV അൻവർ മുസ്ലിം ലീഗ് നേതൃത്വവുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. ഏത് രീതിയിൽ അത് ഇനി മുന്നോട്ട് പോകും, ഇനി PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങളും ആര്യാടൻ ഷൗക്കത്തിനെ UDFന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചുകൊണ്ട് KPCC ഹൈക്കമാൻഡിന് തങ്ങളുടെ അഭിപ്രായം അറിയിച്ച ഈ പശ്ചാത്തലത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. വിശദമായ റിപ്പോർട്ട് തൊട്ടു മുമ്പ് നമ്മൾ നൽകിയിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ വിവിധ തീരങ്ങളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഒന്നും ഇല്ല എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. D ബിനോയ് ചേരുന്നു. ഈ വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ വലിയ ആശങ്ക പരത്തുന്ന രീതിയിലാണ്. കണ്ടെയ്നറുകൾക്കകത്ത് അതിഭീകരമായ രാസവസ്തുക്കളുണ്ട്, വലിയ രീതിയിലുള്ള മാലിന്യങ്ങളും രാസവസ്തുക്കളും എല്ലാം ഉണ്ട്. കടലിലെ പാരിസ്ഥിതിക ഘടനയെ തകർക്കും, ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു, തൊടാൻ പോലും പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ വരികയുണ്ടായി. ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കൃത്യമായ അറിയിപ്പ് എന്താണ്? MS ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക കസ്റ്റംസ് സംഘം ചില വിഴിഞ്ഞം തുറമുഖത്തു നിന്നും കിട്ടിയ രേഖകളുമായി കണ്ടെയ്നറുകൾ പരിശോധിച്ചത്. നിലവിൽ 73 കണ്ടെയ്നറുകളാണ് ഈ കടലിൽ വീണതെന്നാണ് അവരുടെ അഭിപ്രായം. അതനുസരിച്ച് കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഗുരുതര സ്വഭാവമുള്ള അല്ലെങ്കിൽ മറ്റ് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. പകുതിയിലധികം കണ്ടെയ്നറുകളും ഒഴിഞ്ഞതാണ്, അതിനകത്ത് വസ്തുക്കളൊന്നുമില്ല. ചിലതിൽ കോട്ടൺ അതുപോലെ തന്നെ തേയില എന്നീ സാധനങ്ങളാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒപ്പം ഈ മേഖലകളിലുള്ള വെള്ളം മലിനീകരണ നിയന്ത്രണ ബോർഡ് കടലിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്, അതും പരിശോധിക്കും. ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള അംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കൊല്ലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെത്തിയതിനു ശേഷം ഈ ഒഴുകി നടക്കുന്ന ഏതാനും കണ്ടെയ്നറുകളോട് അതുകൂടി തീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് റോഡ് മാർഗം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നതിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇതിനൊരു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം ഇല്ല എങ്കിൽ പോലും ഈ കണ്ടെയ്നറുകളുമായി കൂടുതൽ അടുക്കുകയോ തൊടുകയോ ചെയ്യേണ്ട എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോഴുമുണ്ട്. ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ തീരത്തടിച്ച കണ്ടെയ്നറുകളെ വട ഉപയോഗിച്ച് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് വൃക്ഷങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട്. ഒരു പക്ഷേ 1-2 ദിവസത്തിലുള്ള ഈ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം കടൽ വളരെ പ്രക്ഷുബ്ധമാണ്, വലിയ തരത്തിൽ കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കണ്ടെയ്നറുകൾ തെക്കൻ മേഖലയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം ആലപ്പുഴയുടെ തീരത്ത് നിന്നും ഒഴുക്ക് കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴുക്കിന്റെ നോക്കുമ്പോൾ അത് കൃത്യമായും ഈ കൊല്ലം മേഖലകൾ ഭാഗത്തേക്ക് ഒഴുകിയെത്താനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ ഈ രാത്രിയോട് കൂടിയൊക്കെ ഒഴുകിയെത്തും എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതിനകത്തും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ സംഭവങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെയായും വന്നിട്ടില്ല. എന്തായാലും ഒരു ജാഗ്രത പാലിക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം രാത്രി സമയങ്ങളിൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകരുത്, പ്രത്യേകിച്ചും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളൊരു പോകരുത് നിർദ്ദേശം കൂടി ഉണ്ട്. നേരത്തെ തന്നെ വിലക്കുണ്ടായിരുന്നു. കാരണം കടല് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും തിരമാലകൾക്ക് ഉയരം കൂടിയ സാഹചര്യത്തിലും കാറ്റ് വീശുന്നത് കൊണ്ടുമൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങളും നിരോധനവും ഉണ്ട്. എന്നാൽ തന്നെയും വലിയ ബോട്ടുകൾ പോകുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഒപ്പം അതുകൂടാതെയാണ് ഇപ്പോൾ ഈ വള്ളങ്ങൾ അല്ലെങ്കിൽ ബോട്ടുകളും തന്നെ രാത്രി മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. കാരണം ഇത്തരം വലിയ കണ്ടെയ്നറുകൾ ഒഴുകി വരുമ്പോഴേക്കും അതിനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. MS ഈ വാർത്തയിൽ ആകെ ഇനിയുള്ള ഒരു സംശയം, നേരത്തെ D ബിനോയ് വ്യക്തതയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ എല്ലാ വ്യക്തതയും ഒറ്റ കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ പറയുന്ന കപ്പലിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു, ആ കണ്ടെയ്നറുകളിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളൊരു പട്ടിക ഇതുവരെയും പൂർണ്ണമായും കിട്ടാത്തതല്ലേ ഇതിൽ അടിസ്ഥാന പ്രശ്നം? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ അതുപയോഗിച്ചാണ് കണ്ടെയ്നറുകൾ നമ്പർ വെച്ചുകൊണ്ടുള്ള പരിശോധന അവർ നടത്തുന്നുണ്ട്. അതേസമയം നേരത്തെ പറഞ്ഞ അനുസരിച്ച് കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെയുള്ളവ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉണ്ടെന്നും ഇത് വെള്ളത്തിൽ കിടന്നാൽ വലിയ തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെയുള്ള നേരത്തെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഈ എന്താണ് കണ്ടെയ്നറുകൾ പൂർണ്ണ തോതിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ആർക്കും ലഭ്യമായിട്ടില്ല. കസ്റ്റംസ് ഇപ്പൊ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പറയുന്നത് ചൈനയിൽ നിന്നുള്ള ഗ്രീൻ ടീ ഉണ്ട്, കുറച്ച് കണ്ടെയ്നറുകൾ, കുറച്ച് കണ്ടെയ്നറുകൾ കോട്ടൺ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായാലും
ഈ വൈകുന്നേരത്തോടു കൂടി ഇവരുടെ പരിശോധന പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനൊപ്പം പറയുന്ന മറ്റൊരു കാര്യം 670-ൽ കൂടുതൽ കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ വളരെ കുറച്ച്, അതായത് 73 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കടലിലേക്ക് വീണതെന്നും പറയുന്നുണ്ട്. അതിൽ 29 എണ്ണമാണ് നമ്മുടെ തെക്കൻ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയെന്ന് പറഞ്ഞു. എന്നാൽ ഇതിലൊക്കെ തന്നെ നിലനിൽക്കുന്ന ആശങ്കകൾ, ഈ കൊല്ലത്ത് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ ഒഴുകിയതായിരുന്നു, അതിനകത്ത് റെഫ്രിജറേഷൻ സംവിധാനം, അതായത് ശീതീകരണ സംവിധാനങ്ങൾ ഉള്ളവയായിരുന്നു, ഒരുപക്ഷെ ആഹാര സാധനങ്ങൾ കയറ്റി അയക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ വലിയ രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളൊന്നും തന്നെ ഈ തീരത്തേക്ക് ഒഴുകി വന്നിട്ടില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് എത്ര കണ്ടെയ്നറുകൾ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ഈ രാസവസ്തുക്കൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് ചെരിഞ്ഞോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കുറെ വിവരങ്ങൾ പുറത്തു വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. MS ശരി, ഡി ബിനോയാണ് കസ്റ്റംസിന്റെ വിശദീകരണവും അറിയിപ്പും എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള രീതിയിലുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. എങ്കിലും ജാഗ്രത തുടരേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു.